മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് നമ്മുടെ വികാസിൻ്റെ കല്യാണം. ഞാനിവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ട് വന്നു. അപ്പം ഓൾമോസ്റ്റ് ഫസ്റ്റ് ഇവിടുത്തെ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ താലി ഓർക്കുന്ന ചടങ്ങുണ്ട്. പിന്നെ പിള്ളേരെല്ലാം കൂടി നിന്ന് കാറ് സെറ്റാക്കുകയാണ്. അങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം വായോ എൻ്റെ കൂടെ വെഡ്ഡിങ് വ്ലോഗ് കാണാം. ഇതാണ് ചെക്കൻ ഗൈസ്, കാണിച്ചു കൊടുക്ക്. ചെക്കൻ അതിനെടുത്തരാം. ഹലോ ഇന്നെ കല്യാണമാണ് നിങ്ങൾക്ക് അവിടെ മറ്റേ താലി കോർക്കുന്ന ചടങ്ങിന്റെ അവിടെ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. കൊടുക്കാൻ വേണ്ടി രണ്ടോ അടിക്കാന്ന് വിചാരിച്ചു, സമയം കിട്ടിയില്ല. നമുക്ക് അവിടെ ശരിക്കും യൂട്യൂബ് ആണോ? എല്ലാം ഒരു പ്രാങ്ക് ആയിരുന്നു. സൗഹൃദം കട്ട് ചെയ്യണം എല്ലാം കട്ട് ചെയ്യാം. മറ്റേ താലി നോക്കുന്ന ചടങ്ങ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ചോ ആ സമയത്ത്? പക്ഷെ എനിക്ക് അവന്റെ ഫേസ് ഇടയ്ക്ക് നോക്കുമ്പോ ഇങ്ങനെ ഭയങ്കര സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവര് പറഞ്ഞിട്ടായിരുന്നു ഇന്നലെ എന്തൊക്കെ ലെങ്ത് ഒക്കെ ഇടും. ഞാൻ എന്തോ സംഭവം പക്ഷെ എന്തോ സാധനം ഞാൻ മടക്കുമല്ല, അകത്തില്ലേ ഡിസ്റ്റൻസ് ആയിട്ടാണ് അവരിങ്ങനെ ഇടുന്നത്. പക്ഷെ അല്ല ഞാൻ എനിക്കാണിത് ഫുള്ള്. നമുക്ക് എല്ലാം കൂടെ കഴിക്കാം. ഹായ് പറയണ്ടേ എന്താ ഇത്ര ഇഡലിയൊക്കെ ആയിട്ട്? ചെറുക്കിന്റെ കല്യാണം. അപ്പോൾ നമ്മള് കണ്ടില്ലേ എന്താടാ മെല്ലെ മെല്ലെ കഴിക്കാം. സബ്സ്ക്രൈബ് ടു ശീലാവതി. അത് നല്ലൊരു പേരാട്ടോ. അല്ലേ? ഇപ്പൊ നമ്മള് മണ്ഡപത്തിലോട്ട് പോവുകയാണ്. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതെ റിഹാസ് ആണ് വണ്ടി ഓടിക്കുന്നത്. സാരി ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലുണ്ട്. പിന്നെ നമ്മളിപ്പം നേരെ മണ്ഡപത്തിലോട്ടല്ലേ, അനശ്വര ചേച്ചിയും കൂടെ എടുക്കണം വഴി വെച്ച്. അത് കഴിഞ്ഞ നേരെ മണ്ഡപത്തിലോട്ട്. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ സുഹൃത്ത് കല്യാണം കഴിക്കാൻ പോകുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അഭിമാനിക്കുന്നു. അപമാനിക്കുന്നു? അഭിമാനിക്കുന്നു. കാര്യങ്ങൾ വളച്ചൊടിക്കില്ലേ? ഒന്നില്ലെങ്കിൽ ഒരു യൂട്യൂബർ അല്ലേ, ഗോൾഡൻ ബട്ടനെ കിട്ടാൻ പോകുന്ന ആളല്ലേ. ഞാൻ കേട്ടില്ല, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. അതല്ലേ ഞാൻ എടുത്തു ചോദിച്ചത്. എന്റെ ചേച്ചി വിളിക്കണം. ഇവർക്കെല്ലാം എന്റെ യൂട്യൂബ് ചാനലിനോട് ഒരു പുച്ഛമാണ്. ഒരിക്കലുമില്ല. ഞാൻ ഭയങ്കര അഭിമാനിക്കുന്ന യൂട്യൂബറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രോസസ്സാണ്. എന്ത് ചെയ്യാനാ? പിന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് കുറെ ഫാൻസ്. എല്ലാരും ചോദിക്കുന്നു യൂട്യൂബ് ചാനലിൽ ചേച്ചിയുടെ കണ്ടന്റ്സ്, പക്ഷെ ഈ തള്ളാണ് ഇതിന്റെ. എന്നെ കാണാൻ കൊള്ളാവോ? അത് പറ. ഞാൻ എല്ലാരും നല്ലതാന്നൊക്കെ വന്നപ്പോ പറഞ്ഞു.
അത് സബ്സ്ക്രൈബേഴ്സ് കമന്റ്സിലൂടെ പറയും. നിങ്ങൾ കമന്റ് ചെയ്യും എന്നെ എങ്ങനെയുണ്ട് കാണാൻ, സാരി, എന്റെ മാല, കമ്മൽ. ഞാൻ ഓൾറെഡി നല്ലതാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ. നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പൊക്കണം. ശരിയല്ലേ? ഹലോ അനശ്വര ചേച്ചി. എന്താ അനശ്വര ചേച്ചി? അനശ്വര ചേച്ചി ഇടയ്ക്ക് പണ്ട് നേരത്തെ എന്റെ വ്ളോഗിൽ ഇടക്കിടയ്ക്ക് വരുമായിരുന്നു. ഞാനും ആ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം അനശ്വര ചേച്ചി ഇന്നാണ് പിന്നെ കാണുന്ന വ്ളോഗില്. അതിനുശേഷം നമ്മളെ കുറെ കണ്ടിട്ടുണ്ടല്ലോ. ആ ബാംഗ്ലൂരിൽ നിന്ന് ലാസ്റ്റ് വന്നത് പിന്നെ ഇപ്പഴല്ലേ കാണുന്നേ. സൗണ്ടൊക്കെ മാറുന്നു, ഒരു ഭയങ്കര പ്രൊഫഷണലിസം, എല്ലാം ആക്ടിങ് ആണ്. അതെന്റെ സൗണ്ട് അങ്ങനാ. കട്ട് ചെയ്തേ. ഓക്കെ ബൈ ഗൈസ്. ഇനി കല്യാണ മണ്ഡപം എത്തിയിട്ട് കാണിക്കാം. നീ ബ്ലൂം ചെയ്, ബ്ലൂം. എല്ലാരും കൂടെ proof ചെയ്യും. 1 2 3 ഗൈസ് ഇവിടെ KSRTC കല്യാണ വണ്ടി ആക്കും. ഇവിടെയല്ല, എല്ലാവരും അങ്ങനെ തന്നെ. നിങ്ങളെ കാണാൻ ഇതില്ല, ഞാൻ ഡ്യുവലായിട്ടേക്കുന്നേ. വിവാഹം കണ്ടില്ലേ? ആ KSRTC കല്യാണ വണ്ടിയായി. ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ സമ്മതിക്കുവോ? എന്നാലോ വ്ലോഗ് ആയിക്കോട്ടെ, പക്ഷെ വിവാഹം കഴിഞ്ഞു. ഇനി നമ്മള് സദ്യ കഴിക്കാൻ പോവാം. അതെ, സദ്യ കഴിക്കാൻ പോവാം. കല്യാണം നല്ലതായിരുന്നു, ഫോട്ടോസ് ഒക്കെ എടുത്തു. രാവിലെ എവിടെയായിരുന്നു? രാവിലെ വീട്ടിൽ ഉറങ്ങിപ്പോയി. പറയുന്നത് കേട്ടോ. പിന്നെന്ത് പറയുന്നു? ഓക്കെ, എന്തായിരിക്കും പാലക്കാട് സദ്യയുടെ മെയിൻ? ഇവിടെ അടയുണ്ടാകും, പാൽപ്പായസം ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, പഴം ഉണ്ടാവും, പിന്നെ ഒരു 10 സാമ്പാറിന് ചോറുണ്ടാവും. സ്പെഷ്യൽ കറികളുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴയിൽ ചോറ് പരിപ്പ് കറിയാണ്. പാലക്കാട് മതി. ആലപ്പുഴക്ക് പോയി കല്യാണം കഴിക്കുമ്പോ ആലപ്പുഴയിൽ സംസാരിക്കും. സദ്യ കഴിക്കാം. സദ്യ നല്ല സദ്യ. കേറിട്ട് കാര്യമില്ല, കേറിട്ട് കാര്യമില്ല സാർ, തിരക്കാണ് സാർ. ആണോ? ഓക്കെ, എന്റെ പേര് പറഞ്ഞ ചിലപ്പോ ഇരുത്തുമായിരിക്കും. പുറത്താക്കുന്നതിനാണ്. മാറങ്ങോട്ട്. ഇനി ആരെങ്കിലും കാണിക്കാനുണ്ടോ? ഇവനെ കാണിക്കാനുണ്ടോ? സബ്സ്ക്രൈബ്. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞേ. ശീലാവതി 06. ഇവൻ ഇത് സെല 06 കറക്റ്റ് പറ. സെല 06നെ സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. യൂട്യൂബിൽ റൂൺ ഓഫ് സെല എന്ന് പറ. റൂൺ ഓഫ് സെല. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, കമന്റ് ചെയ്ത് വിടാം. നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോവാം. വട 2 വാങ്ങിച്ചു, ഭയങ്കര നൈസായിട്ടുണ്ട്. പാലക്കാട് മാത്രം കിട്ടുന്ന ഉഗ്രൻ വട. ഞെട്ടിക്കൽ ചോറ് വരുന്നുണ്ട്, ഞെട്ടിക്കൽ സാമ്പാറും വരുന്നുണ്ട്. സത്യം പറഞ്ഞാ പരിപ്പോടെയും ഉപ്പേരിയെ വന്നുള്ളൂ, ബാക്കിക്ക് വെയിറ്റ് ചെയ്യുക. അവനടുത്ത ടേസ്റ്റിന്റെ ഇത് ചോദിക്കും. മച്ചാനെ റെഡി കൊടുക്കും, എല്ലാ കറിയും മാറും. ബ്യൂട്ടിഫുൾ. പാവയ്ക്ക് എന്താ പറഞ്ഞത്? പാവയ്ക്കയുടെ ഒരു കൂടുണ്ട്, അത് നന്നായിട്ട്. ദാറ്റ് ഈസ് മസാല കറി. ഇത് സെയിം കറി കേട്ടോ.
പക്ഷെ ഇതിന്റെ പേര് എനിക്ക് അനശ്വര ചേച്ചിക്ക് അറിയുന്ന പേര് പറഞ്ഞു തരുവേ. എനിക്ക് പറഞ്ഞേ. പറ. ഇത് കൂട്ടുകറി, ഇത് അവിയല്, ക്യാബേജ് ക്യാരറ്റ് ഉപ്പേരി, മസാല കറി, ഇഞ്ചിപ്പുളി, മാങ്ങാച്ചാറ്, ഇത് എരിശ്ശേരി ആയിരിക്കും, ഇത് കൈപ്പയ്ക്ക കൊണ്ടുള്ള എന്തോ ഒരു കറി, ഇത് പൈനാപ്പിൾ പച്ചടി, ഇത് എന്താണെന്നറിയില്ല, ഇതെന്തോ എന്താണെന്നറിയില്ല. പിന്നെ മെയിൻ സാധനം പപ്പടം. ഞാനും സ്ലീപ്പർ സെല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പോലെ. ഇങ്ങനെ മാറ്റി എന്തായാലും വലിയ കഴിക്കാൻ പറ്റുള്ളൂ. എന്താ ലിപ്സ്റ്റിക് ഒക്കെ വെറുതെ അഭിനയം. ക്യാമറ ഉള്ളതാണ് ഇങ്ങനെയൊക്കെ കഴിക്കണേ. ഞാൻ നിങ്ങളുടെ സദ്യ എങ്ങോട്ടോ നോക്കട്ടെ. പാലക്കാട് സാമ്പാർ പിന്നെ കുറെ വേറെ കറികളല്ലേ. ആലപ്പുഴയിൽ ആദ്യം പരിപ്പാ, ഇവിടെ ആദ്യം സാമ്പാറാ. ഇവിടെ പരിപ്പില്ലേ? കഴിച്ചിട്ട് വരാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറ്റ്ലിയാണ്. പാലക്കാട് മാത്രം കണ്ടുകൊണ്ടിരുന്ന സ്ലേഗർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് വൈഷ്ണവി ഞങ്ങളുടെ പാലക്കാട്? ഓക്കെ, സോറി സെല, നന്നായിട്ടുണ്ടോ? കൈ മാറ്റി. ഓക്കെ, ഫുഡ് എങ്ങനെയുണ്ട്? നീ ബ്ലോഗ് ചെയ്യുന്നത് മനസ്സിലായും. ഗൈസ്, എന്റെ ഭർത്താവിനോട് ചോദിക്കരുത്, സമ്മതിക്കൂല. ഗൈസ് ഭർത്താവായടാ. കേക്കും ഗൈസ്, ഇവിടെ വീട്ടിൽ വന്നപ്പോ മുതൽ പിരിപിരിന്ന് വായടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഫുള്ള് എല്ലാവരെയും പ്രാന്താക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരെ ആയിട്ടുണ്ട്. ഇല്ലടി, ഞാൻ ഇന്നലെയാണ് കുറച്ചെല്ലാം കമ്പനി ആയത് എല്ലാവരോടും. പോയിന്നവർക്ക് അമ്മ മറ്റേതവിടെ അമ്മ ഇത് എന്തൊരു അറിയുമോ. എന്നിട്ട് എനിക്ക് ഇതുവരെ ഇരിക്കുവായിരുന്നു. അപ്പൊ അമ്മ വന്ന് എല്ലാം എടുക്കണോ, അപ്പൊ എന്തിനും സഹായിക്കാല്ലേ. ശരി, നിങ്ങൾ കഴിച്ചോളൂ. ബൈ ബൈ. സോ കല്യാണം ഒക്കെ കഴിഞ്ഞു, നമ്മളിതാ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറയട്ടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്റെ ഫോണില് 9% ചാർജ്. അപ്പൊ എന്തായാലും എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഒരു ബ്ലോഗറിന്റെ സങ്കടങ്ങളും. സോ ചെറുക്കനും പെണ്ണും വീട്ടിലോട്ട് പോയിട്ടുണ്ട്. എനിക്ക് അവിടെ ചെന്നിട്ട് വീഡിയോ, അപ്പൊ എനിക്ക് അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. സ്റ്റേ ഹാപ്പി ഗൈസ്. ബൈ.